സഹോദരി എന്ന് ചോദിച്ചത്, അവർ പിന്നെ വീട്ടിലെ ജോലിക്കൊക്കെ അലസമാകുന്നു, ഒന്നിനും ഒരു താല്പര്യം ഇല്ല. ഭർത്താവ് വിദേശത്താണ്, കുട്ടികളൊക്കെ പോയാൽ ധാരാളം ഖുർആൻ പഠിക്കണം, ഓതണം എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയില്ല, വീട്ടിലെ പണിയും നടക്കുന്നില്ല, പിന്നെ ഖുർആൻ പഠിക്കാൻ അതിന് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ള വല്ലാത്ത ഒരു തരം അലസത, ഒരു ക്ഷീണം പോലെ. അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഒരു ഇതൊക്കെ ഒന്ന് പഠിക്കാനും. ഇതിപ്പോൾ പല പല കാരണങ്ങളെ കൊണ്ട് വരും. ഇപ്പോൾ നമ്മുടെ ഇവരെ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് കാരണങ്ങൾ അത്ര വ്യക്തമല്ല. ഒന്നിപ്പോൾ ഒരാൾക്കൊരു നോർമൽ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും അയാൾ നിത്യമായി ചെയ്യുന്ന നമസ്കാരം, വീട്ടിലെ പ്രവർത്തികൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റാതെ വരിക എന്നുള്ളതാണ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. മറ്റൊന്ന് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായും ഈ ജോലികൾക്കും കാര്യങ്ങൾക്കൊക്കെ കറക്റ്റായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഇല്ലാതിരിക്കും. നമ്മൾ വീട്ടിലെ പണി പറഞ്ഞാൽ എത്ര എടുത്താലും തീരാത്തല്ല. അതിനൊരു ടൈമിങ്, ഞാൻ രാവിലെ എത്ര മണിക്ക് നീക്കും, നീച്ചാൽ ആദ്യം ഇന്നത് ചെയ്യും, പിന്നെ ഇന്നത് ചെയ്യും എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യണം, ഒരു ക്രമീകരണം കറക്റ്റായിട്ട് ടൈം ബൗണ്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്കതിന് പറ്റും. ഇന്ന സമയത്ത് ഞാൻ ഖുർആൻ പഠിക്കായിരിക്കും, ആ ടൈം ഖുർആൻ പഠനമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്രമീകരണത്തിൽ നമ്മൾ വരുമ്പോൾ ബാക്കിയുള്ളവർക്ക് വരും. ഉമ്മാനോട് ഇപ്പോൾ ചോറ് വയ്ക്കാൻ പറ്റില്ല, ഇപ്പം ഉമ്മാനടുത്ത് ചെല്ലാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോൾ എന്നത് പറ്റില്ല എന്ന നിലയ്ക്ക് എന്ത് ചെയ്യും, വീട്ടിലുള്ളവരും അതിനോട് അഡ്ജസ്റ്റഡ് ആവും. അപ്പോൾ നമ്മൾ ക്രമേണ എന്താണ്, നമ്മുടെ ടൈമിന് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അനാവശ്യമായി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. ഇപ്പോൾ നിസ്സാരമായി ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ സാധാരണഗതിയിൽ എന്താ, ചിലപ്പോൾ ഒരു കറി വെച്ചാൽ ഉച്ചക്കും രാവിലെയും ചിലപ്പോൾ കഴിയും, മനസ്സിലല്ലേ, ഒരു ഭക്ഷണം ഉണ്ടാക്കി ചിലപ്പോൾ ഉച്ചയും രാത്രിയും കഴിയും. അപ്പോൾ ചില ക്രമീകരണങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ജോലി ഭാരം കുറക്കാനുള്ള ചില ക്രമീകരണങ്ങളെക്കുറിച്ച് അവരെന്ത് ചെയ്യണം, ആലോചിക്കണം. ചിലപ്പോൾ സിമ്പിളായിട്ട് ഒരു നേരത്തെ ഫുഡ് കഴിയും, ചിലപ്പോൾ കുറച്ച് പുട്ടും കുറച്ചൊരു 1/2 കിലോ പഴവും വാങ്ങിയാൽ ചിലപ്പോൾ ഒരു നാസ്ത കഴിയും. ആ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് വേണം, കുറേ സമയം. അപ്പോൾ അതൊക്കെ ഒന്നിന് ദിവസങ്ങളിൽ ചില മെനുകൾ മാറ്റാം, എല്ലാ ദിവസവും ഒന്നാവാതിരിക്കാൻ ശ്രമിക്കാം. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആളുകൾക്കൊരു ടേസ്റ്റും വരും, അതോടൊപ്പം എന്ത് ചെയ്യും, ഒരു സമയക്രമീകരണങ്ങൾ വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടുക്കള പണികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഇപ്പോൾ ഈ ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകളാണെങ്കിൽ 8 മണിയാകുമ്പോൾ ഒക്കെ തീർക്കും. ജോലിക്ക് പോകാത്തുണ്ടെങ്കിൽ 8 മണി വരെ ഇവരെടുക്കുന്ന പണി മറ്റുള്ളവർ 5 മണി വരെ എടുക്കും. പാത്രമൊക്കെ എന്ത് ചെയ്യും, ഇപ്പോൾ ചില വീടുകളിലൊക്കെ മുതിർന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് ആ പാത്രം കഴുകാനുള്ള ഒരു സോപ്പും സാധനം അവിടെ വെച്ചാൽ അവരെന്നെ കഴിച്ച പാത്രം അവരെന്നെ കഴുകി അവിടെ വെക്കും, മനസ്സിലായി. അപ്പോൾ ഭാരം ഉണ്ടാവില്ല. നമുക്ക് നമ്മളെ കാര്യങ്ങളും എന്ത് ചെയ്യും, എങ്ങനെ നമ്മുടെ ജോലി ഭാരങ്ങളെ കുറക്കാം എന്നത് ഒരു ശാസ്ത്രീയമായി തന്നെ വീട്ടിലുള്ള സഹോദരിമാർ ചിന്തിക്കണം. കാരണം അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരും ഇങ്ങനെ നിരന്തരമായ ജോലി കൊണ്ട്. പിന്നെ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, നഷ്ടപ്പെടുന്നതിൻ്റെ പ്രശ്നങ്ങൾ വരും. അങ്ങനെ ഈ ടെൻഷൻ വരും. പിന്നെ മതപരമായ കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ എന്താണ്, തങ്ങളുടെ ജോലിയെ എങ്ങനെ ശാസ്ത്രീയമായി ക്രമീകരിച്ച് ഒരു ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാക്കി എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം എന്ന് ആലോചിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഈ പറഞ്ഞപ്പോഴാണ് ഇപ്പം പലപ്പോഴും പല സ്ത്രീകളുമായിട്ടുള്ള ഈ വിഷയത്തിൽ പലരും നമ്മളെ സുഹൃത്തുക്കളൊക്കെ പങ്കുവെക്കാറുണ്ട്. ഇപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞു കൊടുത്താലും ഭാര്യ ചെയ്യണത് തന്നെ ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയും. ഇപ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ ചോറ് വെക്കാനുള്ള അരി അടുപ്പത്ത് വെച്ചിട്ട് അടിച്ചു വരാൻ പോയാൽ മതി, പക്ഷെ ഭാര്യ അടിച്ചു വാരിയിട്ടേ ഇത് വെക്കുള്ളൂ. കാരണം ഇത് അടിച്ചു വാരി കഴിയുമ്പോഴേക്കും ഇത് ആവുമല്ലോ, വെന്ത് കിട്ടുമല്ലോ. പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ പോലും സ്വീകരിക്കാത്ത ആളുകളുണ്ട്. ചില ആളുകൾക്ക് ചില ശീലങ്ങളുണ്ട്, അത് അവർ ചെയ്യണ പോലെ തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അവർക്ക് ബുദ്ധിമുട്ട്. ഇതൊക്കെ മാറ്റിയെടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ എടുക്കാൻ കഴിയുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഏറ്റവും നന്നായിട്ട് സമയം മാനേജ് ചെയ്ത് മുന്നോട്ട്. അതിലൊരുപാടുണ്ട്. ഇപ്പം ഉപയോഗിക്കുന്ന ഗ്യാസിന് ലാഭം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, കറണ്ടിന് ലാഭമൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ നന്നായി പോകാൻ പറ്റും ഇൻഷാ അല്ലാഹ്.